മദ്യം നമുക്കെന്ത് ചെയ്യാനും ധൈര്യം തരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മൂക്കറ്റ ബോധ്യമുള്ള നിന്റെ ദ്രോഹം സഹിക്കാതെ പലവട്ടം ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ നാടക്കേട് ഓർത്ത് എൻ്റെ മോള് വന്നില്ല. പക്ഷേ അവിടെ ഒരു ഉറപ്പ് തന്നിരുന്നു, ഈ അച്ഛന് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന്. പൊന്നുമോള് കിണറ്റിച്ചാടി മരിച്ചു എന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കണോ? അവളെ നീ കൊന്നതാണ്. ചാവ്. എൻ്റെ മോൾ അനുഭവിച്ച പോലെ നീയും ശ്വാസം മുട്ടി ചാവ്. ചാവട ചാവ്. ഈ നാടകത്തിലെ മറ്റൊരഭിനയം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാം. എന്തായാലും ഈ നാടകത്തിൻ്റെ മഹത്തായ ഓർമ്മകൾ എൻ്റെ പിതാവിന് ഞാൻ സമർപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗണേശഗിരി ധന്യ തിയേറ്റേഴ്സിന് വേണ്ടി ഒരു അമച്വർ നാടകം എന്നോട് എഴുതാൻ പറഞ്ഞപ്പോൾ ആ യുവാക്കൾക്ക് വേണ്ടി എഴുതാണ് ഈ നാടകം. പക്ഷേ യുവാക്കൾക്ക് വേണ്ടിയുള്ള നാടകമാണെങ്കിലും അഭിനയ വട്ട് തലയ്ക്ക് പിടിച്ച് കിടക്കുന്ന എൻ്റെ അച്ഛനെ ഒഴിവാക്കി എനിക്കൊരു നാടകം ചിന്തിക്കാൻ കൂടി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിലൊരു പ്രധാന കഥാപാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ആ വീഡിയോയിൽ എൻ്റെ അച്ഛൻ്റെ കഥാപാത്രം. അദ്ദേഹം ഒരു റിട്ടയേർഡ് സ്കൂൾ അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ അധ്യാപനത്തിനുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരു കഥാപാത്രമാണ്. പിന്നെ ആ നാടകത്തിൽ നിരവധി കഥാപാത്രങ്ങൾ പലതായിട്ടുണ്ട്. വളരെ ഹൃദയസ്പർശിയൊരു കഥയാണ്. എന്ന് വെച്ചാൽ ഈ നാടകം എഴുതാൻ എനിക്ക് പ്രചോദനമായത് എൻ്റെ കുട്ടിക്കാലം മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാർത്തയാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ യുവതികളെ ഭർത്താക്കന്മാർ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ യുവതിയുടെ വീട്ടിൽ കയറി ചെന്ന് പെട്രോൾ ഒഴിച്ചും കത്തിയുകൊണ്ട് കുത്തിയൊക്കെ കൊല്ലുന്ന കഥകൾ. ഈ നാട്ടിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിലൊക്കെ വർഗീയ കലാപങ്ങളുണ്ടായാൽ പോലും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന ആ ചരിത്രം വായിക്കുമ്പോൾ അന്നു മുതലേ എൻ്റെ മനസ്സുമില്ലാതെ വേദനിച്ചിരുന്നു. ആ വേദന അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാവാം ഈ നാടകം എഴുതാൻ പറഞ്ഞപ്പോൾ ധന്യ തിയേറ്റേഴ്സ് ഇങ്ങനൊരു പ്രമേയം ഞാൻ എഴുതിയത്. പ്രമേയത്തിൽ പ്രധാനമായും ഇങ്ങനൊരു അധ്യാപകൻ്റെ എന്ന് വെച്ചാൽ ഭാര്യ യൗവനത്തിൽ ഈ കുഞ്ഞിനെ പ്രസവിച്ച ഉടൻ മരിച്ചുപോയ ആ മനുഷ്യൻ ഈ മകളെ പൊന്നുപോലെ വളർത്തിയാണ്. ഭാര്യയുടെ ഓർമ്മകൾ കൂടി മനസ്സിൽ ഏറ്റിക്കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ മകളെ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും സ്നേഹം നൽകി പഠിപ്പിച്ച് വലുതാക്കി. അത് അവസാനം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വിവാഹാലോചനയുമായി വന്നപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ച് കൊടുത്തതാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ ഭർത്താവ് ഒരു മുഴുക്കുടിയനായിരുന്നു. കുടിയനെന്ന് മാത്രമല്ല, ഉള്ള ആഭരണങ്ങൾ മുഴുവൻ വിറ്റ് തീർത്തു. എന്നാലും ഈ അധ്യാപകൻ മകളെ കാണാൻ ചെല്ലും. ഒറ്റ മകളാണ്. ആ മകളോടുള്ള സ്നേഹം അദ്ദേഹത്തിനാണ്. ഇപ്പോൾ ഇതൊക്കെ മകൾ പറയും. അവസാനം ഈ മകളോട് അച്ഛൻ പറയും, എന്തിനാണ് മോളെ, നിന്നെ പുലർത്താനുള്ള എല്ലാം എൻ്റെ കയ്യിലുണ്ട്, നിനക്ക് പൊന്നുപോലെ ഇനി ഞാൻ നിന്നെ നോക്കും, നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരും. ഈ കുട്ടി പോകില്ല. കാരണം പറഞ്ഞ അച്ഛാ, നമ്മുടെ ബന്ധുക്കൾ, എൻ്റെ കൂട്ടുകാരികൾ, ഈ നാട്ടുകാർ, അവരുടെ മുമ്പിൽ എന്നേക്കാൾ ഉപരി അച്ഛനുണ്ടാകുന്ന അപമാനം എത്ര വലുതാണ്. ഞാൻ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നന്നാക്കി എടുക്കാൻ നോക്കട്ടെ, ഒരു ശ്രമം നടത്താമല്ലോ അച്ഛാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ എനിക്ക് ഭയമാകുന്നു നിൻ്റെ ഈ പോക്ക്. അപ്പോൾ മകൾ പറയണം, അച്ഛാ അച്ഛനൊരിക്കലും വിഷമിക്കേണ്ട, അച്ഛനെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല, എത്ര കണ്ട് വേദനിച്ചാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല അച്ഛ എന്നാണ് ആ മകൾ പറഞ്ഞത്. ഇത് കേട്ട് അദ്ദേഹം എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മകളെ കാണാൻ വരുമ്പോൾ ഈ മരുമകൻ ഒരിക്കലും നന്നാവുന്ന ലക്ഷണം കാണാനില്ല. അതിനിടയിൽ നാടകത്തിൽ മറ്റ് സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട പഴയ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രതിപാദിച്ചിങ്ങനെ പോകുന്നുണ്ട്. അന്നും ഈ പറഞ്ഞമാതിരി പ്രസാദ് അടക്കമുള്ള ധന്യ തിയേറ്റേഴ്സിലെ മുഴുവൻ താരങ്ങളും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ നാടകത്തിൻ്റെ അവസാനം ഈ പെൺകുട്ടി ഒരു ദിവസം കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം പുറം ലോകം അറിയണം. സ്വാഭാവികമായിട്ടും കിണറ്റിൽ നിന്ന് ഡെഡ് ബോഡി കിട്ടുമ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകത ഉണ്ടാവാം. അത് ഒരു കൊലപാതകം ആണെന്ന് വന്നില്ല, അതൊരു ആത്മഹത്യ ആണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഈ ഭർത്താവ് എന്ന് പറയുന്നതിന് എങ്ങനെ ഒരു അടിയടിച്ചപ്പോൾ പെട്ടെന്ന് മാനസികമായി തകർന്നു വീണ് അങ്ങനെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കോ ഒന്നും മരിച്ചതായിരിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതൊരു കൊലപാതകമാണെന്ന് അത് പ്രതിപാദിക്കാൻ നിയമത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ അച്ഛനൊന്നറിയാം, ഈ അധ്യാപകനായ അച്ഛനൊന്നറിയാം, എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് മകൾ പറഞ്ഞ് ഉറപ്പാണ്. അതുകൊണ്ട് ആ മനസ്സിലാക്കിയ അധ്യാപകൻ
അന്നേ വരെ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിച്ചൊരു മനുഷ്യൻ, മദ്യപിക്കാത്ത മനുഷ്യൻ, നല്ല അധ്യാപകനുള്ള അവാർഡ് വാങ്ങിയ മനുഷ്യൻ, ആ മനുഷ്യൻ മരുമകനെ കാണാൻ ചെല്ലുന്നത് ഒരു കുപ്പി മദ്യവുമായിട്ടാണ്. എന്നിട്ട് ആ മകനെ സൽക്കരിച്ച് അതിൻ്റെ കൂടെ ആദ്യമായിട്ട് ആ അച്ഛനും അധ്യാപകൻ ഇരുന്ന് കഴിക്കുമ്പോൾ കാണികൾക്ക് ഒരു അസ്വസ്ഥതയുണ്ടാകും. ഇതെങ്ങനെയാണ് ഒരു അധ്യാപകൻ മദ്യപിക്കുന്നത്? മകൾ മരിച്ച ദുഃഖത്തിന് അദ്ദേഹം ചെയ്യാൻ പാടുണ്ടോ? പക്ഷേ അദ്ദേഹം മദ്യപിച്ചത് നേരത്തെ കണ്ട സീനിലെ പോലെയാണ്, ധൈര്യം വരാൻ വേണ്ടിയാണ്. ആ ധൈര്യത്തിന് വേണ്ടി അദ്ദേഹം മദ്യപിക്കുകയും മകൻ ഒഴിച്ചുവിടുകയും മദ്യത്തിൻ്റെ മൂർധന്യ ലഹരിയുടെ അവസ്ഥയിൽ ആ മരുമകനോട് എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞ ആ മകളെ മകളെ കൊന്ന ആ മരുമകനെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലുന്ന തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നതും അതിനുശേഷം അദ്ദേഹം പറയുന്ന ഡയലോഗുമാണ് ഈ നാടകത്തിൻ്റെ അവസാനം. എന്തായാലും ആ നാടകം ഒരുപാട് വേദികളിൽ കളിക്കാൻ ഭാഗ്യമുണ്ടായി. എനിക്ക് തന്നെ ആ നാടകം പിന്നീട് പല സ്ഥലങ്ങളിലും സംവിധാനം ചെയ്തു കൊടുക്കാനും, ആ നാടകത്തിന് എവിടെ കളിച്ചാലും വലിയ സൈലൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരുവിധം കുടുംബങ്ങളെ അനുഭവിക്കുന്ന ഒരു ദുഃഖം, പല കുടുംബങ്ങളിലും വേദനിക്കുന്നൊരവസ്ഥ, ഇത്തരം മാത്രമല്ല മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട് അവരുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന വേദന, മതത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിലായാലും കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ വീട്ടുകാർ അനുഭവിക്കുന്ന ആ തീവ്ര ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥാന്തരമാണ് ഈ നാടകം പ്രതിപാദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നാടകം വളരെയേറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ എനിക്കുണ്ടായി. അതുകൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ ഈ നാടകം ചോദിച്ചു വരുമായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഞാൻ തന്നെ രചനയും സംവിധാനം ചെയ്തു കൊടുത്തു, ചില ആവർത്തനം ചെയ്തു. എന്തായാലും ആ ഒരു നാടകത്തിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇനി ഒരു നാടകത്തിൻ്റെ കഥ കൂടി ഞാൻ ഇനി നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് പരത്തി ഒരുപാട് നാടകങ്ങളുമായി പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഈ നാടകത്തിലെ ക്ലൈമാക്സിലെ അധ്യാപകൻ ജനസമൂഹത്തോട് സെൻട്രൽ മൈക്ക് ഡിപ്പെൻഡ് ചെയ്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡയലോഗുണ്ട്. ആ ഡയലോഗ് കൂടി കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഫേസ്ബുക്ക് ചാനലിനെ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. എല്ലാവർക്കും നന്ദി. ജനിച്ചു വീണതു മുതൽ അവരുടെ ചിരിയും കുസൃതിയും കണ്ടു വളർത്തിയ മക്കളെ പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിലോ, വിവാഹ ജീവിത തകർച്ചയുടെ പേരിലോ, രാഷ്ട്രീയത്തിൻ്റെ പേരിലോ, മതത്തിൻ്റെ പേരിലോ ഇനി ഒരാളും കൊല്ലരുത്. ഒരു മാതൃകാ അധ്യാപകരായി അവാർഡ് വാങ്ങിയിട്ടുള്ള എനിക്ക് ഇന്നൊരു കൊലപാതകയാവേണ്ടി വന്നത് ഈ സന്ദേശം നിങ്ങൾക്ക് പകർന്നു തരാനാണോ എൻ്റെ ഈശ്വരന്മാരെ? മാപ്പ്, മാപ്പ്, ലോകമേ, ലോകമേ, മാപ്പ്.